ഗോപാൽ. കേട്ടില്ല. ഇതാരോ വേറെ താഴിട്ട് പൂട്ടിയിരിക്കുക. അത് കാട്ടാപ്പിള്ളി പൂട്ടിയ പൂട്ടാ. തുറക്കുന്നവന്റെ കൈവിട്ടെന്നാ പറഞ്ഞിരിക്കുന്നേ. ആ പുറകിലത്തെ ചാക്കിന് മാടം ബോംബാവാനാ സാധ്യത. കാട്ടുപുളി നോಡ್ಬೇಕು. മാറിക്കോ. വേഗം കയറി, നമുക്ക് കാട്ടാപ്പിളിനെ വെടിവെച്ചിരുന്ന് കാണാം. എടാ, നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരനല്ല ഈ മല്ലയ്യ. കേന്ദ്രത്തിൽ വരെ പിടിപാടുള്ള കക്ഷിയാ. നമ്മുടെ ഹോം മിനിസ്റ്ററുമായിട്ടും അടുപ്പുണ്ട്. അടുത്ത ഇലക്ഷൻ ഒരു മന്ത്രിസ്ഥാനം വരെ കിട്ടാൻ ചാൻസ് ഉള്ളതാ എനിക്ക്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ചെറിയച്ഛൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്നങ്ങ് മറക്കും. എന്റെ അച്ഛൻ കാറ് മറിഞ്ഞ് മരിച്ചതൊന്നുമല്ല, ഈ മല്ലഞ്ചറക്കാർ കൊന്നതാ. അതിനൊന്നും യാതൊരു തെളിവുമില്ലല്ലോ. തെളിവില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും അറിയാം. മല്ലഞ്ചറക്കാരെ സഹായിക്കുന്നവൻ ആരായിരുന്നാലും ശരി, അവൻ എന്റെ ശത്രുവാ. നീ ചെന്ന് അവനോട് നല്ല സുത്ത മലയാളത്തിൽ കാര്യം പറ. ആ നിൽക്കുന്ന താടിക്കാരനാ ലോറിയിൽ വന്നെ ഇടിച്ചിട്ട് പോയത്. തോട്ടവും ബംഗ്ലാവും വാങ്ങിച്ച ഞങ്ങളാ. മുതലാളിയാ ജീപ്പിലിരിക്കുന്ന മല്ലയ്യ. നിന്റെ മല്ലയ്യ മുതലാളിയോട് ഒന്നും കിട്ടെ ഇറങ്ങാൻ പറ. അയ്യോ വേണ്ട, ഇറങ്ങിയ പിന്നെ കേറത്തില്ല. ആ താക്കോൽ ഇങ്ങി തന്നിരുന്നെങ്കിൽ ഗേറ്റ് തുറന്ന് ഞങ്ങൾ അവിടെ കേറിക്കോളായിരുന്നു. താക്കോല് നിന്റെ മുതലാളിയോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ. ആ അവതാരത്തെ ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ. നാഗേന്ദ്ര വേണ്ട. ചെന്ന് പറടാ, മല്ലയ്യെ ശരിക്കൊന്ന് കാണണമെന്ന്. ഓ, എന്നാ പിന്നെ ശരിക്കൊന്ന് കാണിക്കാം. വീട് വാങ്ങിക്കുന്നതിന് മുൻപേ അറിഞ്ഞു ഇവിടെ ചില കാട്ടുപെണ്ണുകളുടെ ശല്യമുണ്ടെന്ന്. അവരുടെ തല വെടിവെച്ച് പൊട്ടിക്കാണ്. ഇതിത്തിരി കുഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത്. വാങ്ങിച്ച വില അങ്ങ് തന്നേക്കാം. എല്ലാം തിരിച്ചെഴുതി കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോ. പോട്ടെ, ഒരു 5 ലക്ഷം രൂപ കൂടുതൽ തന്നേക്കാം. ആദ്യ ബിസിനസ് നൻകെ ലാഭം കിട്ടിയ ഞാൻ എല്ലാം വിൽക്കും. 5 ലക്ഷം മതി, എല്ലാം തിരിച്ചു തന്നേക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. ഇവനെ വണ്ടി കേട്ടി കൊള്ളാൻ നോക്കിയ ഒരു ചെറിയ കണക്ക്. ഇവന്റെ വേണ്ട, കാര്യമാക്കണ്ട. തിരിച്ചു എഴുതി തരാന്ന് പറഞ്ഞല്ലോ. അടങ്ങ്, വിട്ടേക്ക്. തുടക്കം മുതൽ കാണാൻ പറ്റില്ല. ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയുണ്ട്, അതുകൂടി ചെയ്തേക്കാം. എന്താ വേറെ ആരെന്നെ വീഡിയോ കണ്ടുട്ടോ. അവിടെ നില്ലട കാട്ടുപുളി. ഞാൻ വന്നത് നിന്നെ പൂട്ടാനാ. മല്ലയ വീട് മേടിച്ചത് തെറിച്ചു തരാനല്ല, താമസിക്കാനാ. ഞാൻ അവിടെ താമസിക്കും. വേണ്ടി വന്നാൽ നിന്റെ വീട്ടിൽ കയറി ഇവിടെ താമസിക്കും. നീ അവിടെ പൂട്ടി, ഞാൻ ഇവിടെ പൂട്ടി. ഇനി എന്നോട് കളിക്ക വന്നാ നിന്നെ വെട്ടി വെടി സീസാക്കും. നിനക്ക് നന്മക ಗೊತ್ತಿಲ್ಲ ಗಜ್ಜಿ ನಾಯಿನ್ ಮಗನೆ. ಗೊತ್ತಿಲ್ವಾ ಗಜ್ಜಿ ನಾಯಿನ್ മകനെ? നായിന്റെ പട്ടി മോനെ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? കാട്ടാപ്പിള്ളിയെ മല്ലയ്യ തിരിച്ചു പൂട്ടിയേ. കാട്ടാപ്പിള്ളിയെ പൂട്ടിയേ. നാടൻ ബോംബ് മുതൽ ഡൈനാമിറ്റ് വരെ ഉണ്ടെന്നാ കേട്ടത്. വിപ്ലവം തോക്കിൻ കുഴലു. നേരത്തെ കുഴൽ തോക്ക് ഒരു കോഴിൽ കൂടി ഉണ്ട വരും, മറ്റേ കോഴിൽ കൂടി പുക വരും. ഇതെന്ത് പറ്റി മാത്തച്ചാ? ഒരു സ്ഥലം വിറ്റതാ.